യവനാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കേണ്ടി പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് FF, അതായത് ഫ്രീ ഫയർ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ബാക്ക് ടു ഫ്രീ ഫയർ എന്ന് തന്നെ പറയാം. അതായത് ഏതാണ്ട് ഒരു 1.5 മാസത്തിന് ശേഷം ഞാൻ തിരിച്ച് ഫ്രീ ഫയർ കളിക്കാണ്ട് വന്നേക്കുവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് CPM ഗെയിമർ വൈറ്റ് എന്നൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പേരും കാര്യങ്ങളൊക്കെ മാറ്റി ഞാൻ ബാക്ക് ടു ഫ്രീ ഫയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി തൊട്ടെല്ലാം ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് സ്പീഡ് ക്യാരക്ടറാണ്, തസൂയ സ്പീഡ് ക്യാരക്ടറാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. അതായത് അങ്ങനെയല്ല, ഇപ്പോൾ നല്ലോണം ഗൈസ് നമ്മൾ അങ്ങേ കാര്യം പറയുന്ന സമയത്താണ് ഗൈസ് ആണ് ഒരുത്ത ഓടിപ്പോയി. ഗൈസ് നമ്മൾ നൈസിന് അവിടെ അവനെ ഓക്കെ ഗൈസ് അവനെ അങ്ങ് നോക്കിയിട്ട് ഗൈസ് ആണ് ഗൈസ് വേറെ ഒരു ഗൈസ് അവനെ കൂടെ അങ്ങോട്ട് നോക്കിയിട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. 2 റെഡ് ഷൂട്ടാണ്. ഓക്കെ, അപ്പോൾ 2 അവന്മാർക്ക് ഹെഡ് ഷൂട്ടാണ് ഗൈസ് കൊടുത്തത്. അതാണ് ഞാൻ റെഡ് ഷൂട്ടെന്ന് ഉദ്ദേശിച്ച ഹെഡ് ഷൂട്ടാണ്. ഓക്കെ, എല്ലാം കൂടെ തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മളൊരു ടീമേറ്റ് നോക്കായിട്ടുണ്ട്. അവനെ ഒന്ന് നമുക്ക് ജസ്റ്റ് റിവൈവ് അടിച്ചു വിടാം. അപ്പോൾ നമ്മുടെ ടീമേറ്റ് റിവ്യൂവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈസ് ഇപ്പം തന്നെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബിലേക്കും ചെയ്ത് വെച്ചേക്കുക. ഇനി തൊട്ട് എല്ലാം ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഒറ്റ ഒരുത്തന്നെ കൂടെ ഉള്ള എവിടെയാണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഒറ്റ ഒരുത്തൻ. അത് മാത്രമല്ല എൻ്റെ ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ അകത്ത് കുറേ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എനിമിയെ കാണുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് ഫ്ലാഗ് ഇമോട്ട് അടിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഫ്ലാഗ് ഇമോട്ട് അടിക്കാം. നമ്മൾ ഫ്ലാഗ് ഇമോട്ട് അടിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അവൻ വന്നത്. ഓക്കെ, നമ്മളെ നല്ല ഡാമ നമ്മളെ നോക്കാക്കിയിട്ടുണ്ട്, വേറെ ഒരുത്തെ നോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, അവനാണെങ്കിൽ സോണി പോയി ചത്താണ് നമ്മളെ വേറെ ടീമേറ്റ്. ഞാൻ ചത്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ ടീമേറ്റ് കളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവിടെ ഇമോട്ട് അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവൻ വന്നത്. പക്ഷേ എന്തായാലും അടുത്ത റൗണ്ട്, അതായത് ഈ ഒരു റൗണ്ടിൽ നമുക്ക് അവനെ കൊല്ലണം. അപ്പം നമ്മൾ ഈ ആയിട്ട് എടുക്കുന്നത് ഓഗാണ്. UMP വേണ്ട UMP വേണ്ട, നമുക്ക് ഓഗ് എടുക്കാം. എടുത്ത ഗണ്ണൊന്ന് മാറിപ്പോയി. UMP വേണ്ട, അപ്പോൾ ഓഗ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ കഴിഞ്ഞ കളി കൊന്നവനെ ഈ ഒരു കളി നമുക്ക് കൊല്ലണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളിവിടെ ഒരു ഫ്ലാഗ് ഇമോട്ടൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബിലേക്കും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബിലേക്കും ചെയ്ത് വെച്ചേക്കാം. ഇത് തൊട്ട് ഫുള്ളൊരു ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ആയിരിക്കും. ഫ്രണ്ട് മാഗ് ഉണ്ട്, പോയി കേസ് എടുക്കണം. കാരണം നമ്മളെ നോക്കാക്കിയതാണ് ഫ്രണ്ട് ഇതാണ്ട് അവിടെ നിൽപ്പുണ്ടൊക്കെ ഓപ്പോസിറ്റ് ബിൽഡിങ്. ഗൈസ് ഓക്കെ ഗൈസ് അവൻ ഇതാണ് ഗൈസ് നമ്മൾ ഇങ്ങോട്ടൊന്ന് ആയിപ്പോയി. അവൻ നല്ല ഡാമാകുന്ന സമയത്ത് നമ്മൾ മെഡ് അടിക്കാൻ ഇങ്ങോട്ടായപ്പോൾ നമ്മുടെ സ്കോപ്പ് ഇങ്ങോട്ടായപ്പോൾ ഞാൻ നല്ല ഡാമായിരുന്നു. ഒരുത്തൻ കയറി ഒന്ന് റഷ് അടിച്ചിരുന്നു. അവൻ ഇപ്പോൾ നോക്കാൻ ഗൈസ് ഇവിടുന്ന് ഡാം ഗൈസ് ഇവിടുന്ന് നമ്മുടെ പുറമേ കൂടെ 2 ഉമ്മർ കയറി വന്നു. ഞാൻ കണ്ടില്ല, പുറമേ കൂടെ 2 ഉമ്മർ കയറി വന്നുകൊണ്ടോ, പുറമേ കൂടെ 2 ഉമ്മർ കയറി വന്നു, ഞാനത് കണ്ടില്ല. സ്ഥലമാണ് നമ്മളെ കഴിഞ്ഞാൽ കൊന്ന നമ്മുടെ ടീമേറ്റ് നോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, അവന്മാർ കില്ല് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഓരോരുത്തന്മാരായിട്ട് സ്പാച്ച് ചെയ്യാം. 2 ഉമ്മർ മണ്ടേ നിൽക്കുവാണ്. അപ്പോൾ ഇവനാണെങ്കിൽ UMP വെച്ചിട്ട് നല്ല ഡാം എടുക്കുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള വൂക്കോങ് ആണ്, അവൻ മാക് 10 വെച്ചിട്ട് ഇവിടെ നല്ല ഡാം എടുക്കാണ്ട് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ടീമേറ്റിനെ ഏതോ ഒരുത്തൻ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവൻ നല്ല ഡാം കൊടുത്തിട്ടുണ്ട്. അവൻ വൂക്കോങ്ങിട്ട് ഓക്കെ ഒരു ഡൗൺ ആയിട്ടുണ്ട്. മറ്റേ ഇവിടെ ഇവൻ എന്ത് കാണിക്കുന്നത്? ഓക്കെ കളി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ കളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞാൽ എനിക്ക് അത്ര നല്ലോണം കളിക്കാണ്ട് പറ്റിയില്ല. എന്തായാലും ഈ ഒരു കളി കളിക്കണം. ഈ ഒരു കളി നമ്മൾ സെയിം ഗണ്ണാണ് എടുത്തേക്കുന്നത്. 4 ഗണ്ണ് വരുവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവൻ ഗൈസ് നമുക്കിവിടെ കിങ് ഫിഷറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് UMP എടുക്കാം. കിങ് ഫിഷർ തന്നല്ലോ ഗൈസ്, അപ്പോൾ നമുക്ക് UMP എടുക്കാം. ഗൈസ് ആ ഒരു ചുറ്റി കണക്കത്തെ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഗണ്ണിൻ്റെ സൗണ്ട് മാറ്റും. അതുപോലെ തന്നെ നമുക്ക് പവറും തരുന്നൊരു ഗണ്ണാണ്. സോറി ഗൈസ്, ആ ഒരു ചുറ്റിക എന്ന് പറയുന്നത് നമുക്ക് പവർ തരുന്നൊരു സാധനമാണ് ഗണ്ണിന്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിൽക്കാം. നമുക്കിവിടെ നിന്ന് നോക്കാം ഗൈസ്. അപ്പോഴത്തെ നമ്മുടെ ടീമിന് നോക്കാം ഗൈസ്. ഇവന്മാരെല്ലാം കൂടി ഇങ്ങനെ പോയി നോക്കാം. ഏതായാലും ഗൈസ് ഒരുത്ത ഇവിടെ നിൽക്കുന്നത് ഗൈസ്. ഫുൾ ഗൈസ് ആ കില്ലും കുമ്മി ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാകുന്നല്ലോ. അവിടെ ആ കില്ലും കുമ്മി ഇവന്മാരെ കൊണ്ട് കില്ലുമായി അറിയത്തുള്ളൂ. ഇവന്മാരെ മൊത്തം കില്ലും കുമ്മുവാ നമ്മുടെ ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും എനിമി ഉണ്ടോ? ഇവിടെ ആരെല്ലാം ഉണ്ടോ? ഇവിടെ ആരെല്ലാം ഉണ്ടോ? ഇവിടെ എടുത്തൊന്നുമില്ല, ഇവിടെ ആരുമില്ല. നമുക്ക് താഴെ ചാടി നോക്കാം. താഴെ ചാടിയ സമയത്താണ് എൻ്റെ മണ്ടയിൽ കൂടെ ഒരു വെള്ള കളർ വര പോയത്. അപ്പോഴേ എനിക്കറിയാം ഇവിടെ ഇവ ഉണ്ടെന്ന്.
നമ്മൾ യൂമ്പ് വെച്ച് കുത്തി പിടിച്ച് അങ്ങോട്ട് ഹെഡ് 108 ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ വുഡ് പക്കറാണ്. ഓക്കെ, നമ്മൾ വുഡ് പക്കർ എടുത്തിട്ടുണ്ട്. ഇതിൽ അടുത്ത കളി നമുക്കൊന്ന് വുഡ് പക്കർ വെച്ച് കളിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ 3 മുട്ടയ്ക്ക്, അതായത് 4 മുട്ടയ്ക്ക് പൊട്ടിക്കണമെന്നാണ്. പൊട്ടിക്കാൻ പറ്റുമോയെന്ന് എനിക്കത് അറിയത്തില്ല. നമ്മളൊരു ചുറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം അല്ലേ അതിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചുറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 ഗ്ലൂ വാൾ കിട്ടും. അത് മാത്രമല്ല നമ്മൾ ഏത് ഗണ്ണാണ് എടുക്കുന്നത്, ആ ഒരു ഗണ്ണിൻ്റെ മണ്ടയിൽ ഇതുപോലെ ആ ഒരു ചുറ്റിക്കയുടെ പടം വരും. അത് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഗണ്ണിൻ്റെ സൗണ്ട് മാറും. അതുപോലെ തന്നെ നല്ല പവറും കിട്ടും ആ ഒരു ഗണ്ണിന്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും 4 മുട്ടയ്ക്ക് പൊട്ടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തായാലും അവന്മാർ ഒരു റൗണ്ട് പോലും എടുത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് വുഡ് പക്കർ വെച്ചിട്ട് നോക്കാം സാരിലുണ്ടോ എന്നൊക്കെ. സൗമാർക്ക് 3 ഒരു റൗണ്ട് ഏതാണ് ഒരുത്തെന്നാണ് ഏതാണ് സമയം ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ കുത്തി പിടിക്കുന്നുണ്ട്. ഓക്കെ, 7 അവനെ ആയാലും കില്ലുമയാണ് 7. ഓക്കെ, അവനൊരു 164 ഹെഡ് അവന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടീമേറ്റ് ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സാവരി എടുത്ത് ഓടുന്നത്. കേസ് നമുക്കപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കേസ് അവിടെ ആ ഒരു വൂങ്കോങ് കിട്ടും നിൽക്കൊണ്ട് തോന്നി. കേസ് നമുക്ക് തോന്നിയല്ല, അവിടെ ഒരുത്ത വൂങ്കോങ് കിട്ടും നിൽപ്പുണ്ടൊക്കെ നമുക്ക് നോക്കാം. വുഡ് പക്കർ വെച്ചിട്ട് കേസ് നമുക്ക് ഷോട്ടൊന്നും കയറുന്നില്ല അങ്ങോട്ട്. നമുക്ക് നോക്കാം. കേസ് 64 കയറി. അതായത് നമ്മുടെ ഒരു ടീമേറ്റ് അപ്പുറത്ത് റെഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്പീഡ് കാട്ടിട്ട് റഷ് അടിക്കായിട്ട് നോക്കിയതാണ്, പക്ഷേ പറ്റിയില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ടീമേറ്റ് നമ്മൾ റിവൈവ് അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പുതിയൊരു സംഭവമാണ്. നമ്മൾ നോക്കായാൽ നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ ടീമേറ്റ് നിൽക്കുന്നെങ്കിൽ അത് റിവൈവ് അടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.